സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധേർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം മേഘനാഥവധം മുതൽ രാമരാവണ യുദ്ധം വരെ ഉള്ള ഭാഗത്തിൻ്റെ സാരം. രാമലക്ഷ്മണന്മാരും വാനരന്മാരും സന്തുഷ്ടരായിരിക്കുന്ന സന്ദർഭത്തിൽ സുഗ്രീവനും അംഗദനും വാനരന്മാരോട് പറഞ്ഞു, ആരും ഇനി പുറത്തു നിൽക്കരുത്. വാനരന്മാരെല്ലാം കോട്ടമതിൽ തകർത്ത് അകത്ത് കയറുക. വീടുകളെല്ലാം തീ വയ്ക്കുക. മരങ്ങളെല്ലാം തെരുതെരെ മുറിച്ച് തള്ളുക. കിണറുകളും തടാകങ്ങളും നികത്തുക. ഗോപുരവാതിൽക്കൽ വരെയുള്ള കിടങ്ങുകൾ നിരത്തുക. രാക്ഷസന്മാർ മിക്കവരും നശിച്ചു കഴിഞ്ഞു. ഇനിയും ധൈര്യമുള്ളവരാരെങ്കിലും അകത്തുണ്ടെങ്കിൽ തീയുടെ ചൂടേറ്റ് സഹിക്കാൻ കഴിയാതെ അവരെല്ലാം പുറത്തു ചാടും. അപ്പോൾ അവരെയും കാലപുരിയിലേക്ക് അയക്കാം. വാനരന്മാർ ഇത് കേട്ട് തെരുതെരെ തീവച്ചു തുടങ്ങി. ഗോപുരങ്ങൾ, മാളികകൾ, മേടകൾ, ഗ്രഹങ്ങൾ, കറുത്തീയം, സ്വർണം, വെള്ളി, ചെമ്പ്, ആയുധപുരകൾ, ആഭരണങ്ങൾ, കുളിപ്പുരകൾ, ആനകൾ, കുതിരകൾ, തേരുകൾ എന്നിവയെല്ലാം ദഹിപ്പിച്ചുകൊണ്ട് തീനാളങ്ങൾ സ്വർഗലോകത്തോളം എത്തി. ഇന്ദ്രനോട് വിവരങ്ങൾ അറിയിച്ചു. മുമ്പ് ഹനുമാൻ ദഹിപ്പിച്ച ലങ്കയേക്കാൾ നന്നായി നിർമ്മിക്കപ്പെട്ട ലങ്ക ചാമ്പലായി മാറി. രാക്ഷസ സ്ത്രീകൾ ശരീരം വെന്ത് അലറിപ്പാഞ്ഞ് തെരുതെര വീണു മരിച്ചു. അതിനിടയിൽ സൂര്യവംശജാതനായ ശ്രീരാമൻ കൂർത്തുമൂർത്ത ശരങ്ങളയച്ച് പല രാക്ഷസന്മാരെയും കൊന്നു. ഇന്ദ്രയത്തിൻ്റെ വിജയവും അത്ഭുതകരം തന്നെ എന്ന് പുകഴ്ത്തപ്പെട്ടു. രാക്ഷസന്മാരുടെ നിലവിളിഘോഷവും രാക്ഷസികളുടെ വിലാപങ്ങളും ശ്രീരാമൻ്റെ ഞാണൊലിയും വെന്തലർന്ന ആനയുടെ ചിഹ്നം വിളിയും വാനരന്മാരുടെ അലർച്ചയും കുതിരകളുടെ ദീനരോധനവും എല്ലാം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. രാവണൻ വളരെ ചിന്താകുലനായി. കുംഭകർണൻ്റെ മക്കളിൽ ജ്യേഷ്ഠനായ കുംഭനെ പടനയിക്കാൻ രാവണൻ നിയോഗിച്ചു. അനുജനായ നികുംഭനും ജ്യേഷ്ഠനോടൊപ്പം മുന്നിട്ടിറങ്ങി. കമ്പനൻ, പ്രജംഗനൻ, വമ്പനായ യൂപാക്ഷൻ, ശോണിതാക്ഷൻ എന്നിവരും വൻപടയോടുകൂടി ചെല്ലുന്നത് കണ്ട് വാനരന്മാരെല്ലാം ഉത്സാഹഭരിതരായി. രാത്രിയിൽ ആർത്തു വിളിച്ചുകൊണ്ട് പോരിനിറങ്ങിയ രാക്ഷസന്മാർ തെരുതെരെ മരിച്ചു വീണു. കൂർത്തുമൂർത്ത ശരങ്ങളാൽ മുറിവേറ്റ് വാനരന്മാരും നിലത്തു വീണു. ഏറ്റുപിടിച്ചും മടിച്ചും മിടിച്ചും കടിച്ചും പൊടിച്ചും കോപത്തോടെ മാമരങ്ങൾ പിഴുതെടുത്തും തോറ്റു പിന്മാറരുത് എന്ന് പറഞ്ഞ് മുന്നേറിയും മാനം നടിച്ചും ജീവൻ ഉപേക്ഷിച്ചും 4-5 നാഴിക വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ രാക്ഷസന്മാരെല്ലാം കാലപുരിയിലെത്തി. അപ്പോൾ കമ്പനൻ വൻപടയോടുകൂടി എത്തി. ശരങ്ങളേറ്റ് വാനരന്മാർ ഭയന്നു വിറച്ച് പിന്മാറി. അതുകൊണ്ട് ക്രുദ്ധനായ അംഗദൻ കമ്പനനെ വധിച്ചു. കമ്പനനെ തുടർന്നെത്തിയ പ്രജംഗൻ, യൂപാക്ഷൻ, ശോണിതാക്ഷൻ എന്നീ രാക്ഷസന്മാരോട് ഒറ്റയ്ക്ക് പൊരുതി അംഗദൻ തളർന്നു. മൈന്ദനും വിവിധനും വേഗം അവിടെ എത്തി. അംഗദൻ പ്രജംഗനെയും മഹാശക്തനായ വിവിധൻ ശോണിതാക്ഷനെയും മൈന്ദൻ യൂപാക്ഷനെയും വധിച്ചു. 4 രാക്ഷസവീരന്മാരും കൊല്ലപ്പെട്ടപ്പോൾ കുംഭൻ മുന്നണിയിലെത്തി ശരവർഷം നടത്തി. വാനരന്മാരെല്ലാം പേടിച്ചോടി. സുഗ്രീവൻ കുംഭൻ്റെ തേരിൽ ചാടിക്കയറി അവൻ്റെ വില്ലൊടിച്ചു. തുടർന്ന് നടന്ന മുഷ്ടിയുദ്ധത്തിൽ സുഗ്രീവൻ കുംഭനെ എടുത്ത് കടലിലെറിഞ്ഞു. കടൽ കലക്കി മറിച്ചുകൊണ്ട് കുംഭൻ കയറി വന്നു. അതുകണ്ട് കുപിതനായ സുഗ്രീവൻ അവനെ കാലപുരിക്ക് അയച്ചു. സുഗ്രീവൻ തൻ്റെ ജ്യേഷ്ഠനായ കുംഭനെ കൊന്നത് കണ്ട് അതിഭയങ്കരനായ നികുംഭൻ ഇരുമ്പുലക്കയുമേന്തി സംഹാരരുദ്രനെപ്പോലെ പോർക്കളത്തിലെത്തി സിംഹനാദം മുഴക്കിക്കൊണ്ട് സുഗ്രീവൻ്റെ നേരെ ചെന്നു. ഹനുമാൻ സുഗ്രീവനെ പിന്നിലാക്കിയിട്ട് നികുംഭനെ ചെറുത്തു. നികുംഭൻ ഹനുമാന്റെ മാറിൽ ഇരുമ്പുലയ്ക്ക് കൊണ്ടടിച്ചു. അത് നുറുങ്ങി ഭൂമിയിൽ വീണു. നികുംഭനും നിലം പതിച്ചു. ക്രുദ്ധനായ ഹനുമാൻ നികുംഭന്റെ തല പറിച്ചെടുത്ത് ദൂരെ എറിഞ്ഞു. ഹനുമാൻ മാറിലടിച്ച നികുംഭനെ കൊന്നുവെന്ന് ചിലരുടെ വ്യാഖ്യാനം ശരിയാണെന്ന് തോന്നുന്നില്ല. മാരുതി മാറിൽ അടിച്ചാ നികുംഭനും എന്നതിന് മാരുതിയുടെ മാറിൽ നികുംഭൻ ഇരുമ്പുലയ്ക്ക് കൊണ്ടടിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഇരുമ്പുലയ്ക്ക് പല കഷ്ണങ്ങളായി. രാക്ഷസന്മാർ പേടിച്ചോടി. വാനരവീരന്മാർ അവരെ പിന്തുടർന്ന് ലങ്കാപുരിയിൽ കടന്ന് വാതിലുകൾ അടച്ചിട്ട് രാക്ഷസന്മാർ ചെന്ന് രാവണനെ വിവരങ്ങൾ മുഴുവൻ അറിയിച്ചു. കുംഭൻ തുടങ്ങിയവർ മരിച്ച വിവരം കേട്ട് രാവണന് ഭയം വർദ്ധിച്ചു. കരൻ്റെ മകനായ മകരാക്ഷനെ വിളിച്ച് വളരെ കോപത്തോടെ പറഞ്ഞു, നീ പോയി രാമാദികളെ ജയിച്ചു വരൂ. മകരാക്ഷൻ സൈന്യസമേതം പടക്കളത്തിലെത്തി. സർപ്പതുല്യങ്ങളും തീനാളത്തിൻ്റെ ആകൃതിയിലുള്ളവയുമായ ശരങ്ങൾ ശത്രുക്കൾക്കെതിരെ ചുരിഞ്ഞു. ചെറുത്തു നിൽക്കാൻ കഴിയാതെ വാനരന്മാരെല്ലാം പിന്തിരിഞ്ഞോടി ശ്രീരാമൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചു. അത് കണ്ട ശ്രീരാമൻ വില്ലുപുഴിയെ കുലച്ചുകൊണ്ട് വില്ലാളി വീരനായ തന്നോട് പൊരുതാൻ നില്ല് നില്ല് എന്ന് പറഞ്ഞുകൊണ്ട് മകരാക്ഷൻ്റെ നേരെ ശരങ്ങൾ ചൊരിഞ്ഞു. ശ്രീരാമൻ വില്ലാളി വീരനായ മകരാക്ഷനോട്
നില്ല് നില്ല് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വ്യാഖ്യാനിക്കാം. ഒപ്പത്തിനൊപ്പം അവർ ഇരുവരും സ്ഥലങ്ങളെയ്തു. രണ്ടു പേർക്കും മുറിവേറ്റു. അല്പം കഴിഞ്ഞപ്പോൾ മകരാക്ഷൻ തളർന്നു. അപ്പോൾ ശ്രീരാമൻ അവൻ്റെ കൊടിയും കുടയും വില്ലും എയ്തു മുറിച്ചു. തേര് തകർത്തു. തേരാളിയെയും കുതിരകളെയും കൊന്നു. തേരിൽ നിന്ന് പുറത്തു ചാടി ശൂലവുമായി തൻ്റെ നേർക്കടുക്കുന്ന മകരാക്ഷൻ്റെ ശിരസ് ശ്രീരാമൻ പാവകാസ്ത്രം കൊണ്ട് മുറിച്ചു വീഴ്ത്തി. ദേവന്മാരുടെ ആപത്ത് ഒഴിവാക്കി. ഇതറിഞ്ഞ് കോപിഷ്ഠനായി എത്തിയ ഇന്ദ്രജിത്ത് യുദ്ധം ചെയ്ത് എല്ലാവരെയും തുരത്തി. വിവരങ്ങളെല്ലാം അറിഞ്ഞ് ദേവകുലാന്തകനായ രാവണൻ 14 ലോകങ്ങളും ഞെട്ടുമാറ് അകമ്പടി സഹിതം പടക്കളത്തിലേക്ക് പോകാൻ ഒരുങ്ങി. അത് കണ്ട ഇന്ദ്രജിത്ത് പിതാവിനെ വണങ്ങിയിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ പോയി ശത്രുക്കളെ കൊന്ന് അങ്ങേക്കുണ്ടായ സങ്കടം പരിഹരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അവിടുന്ന് ദുഃഖിക്കരുത്. അന്തപുരത്തിൽ പോയി സുഖമായി ഇരിക്കുക. പിതാവിനെ വന്ദിച്ചതിന് ശേഷം ഇന്ദ്രജിത്ത് പോർക്കളത്തിലേക്ക് പോയി. ഇന്ദ്രജിത്തിൻ്റെ യുദ്ധത്തിനുള്ള വരവ് കണ്ടിട്ട് ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞു, ഇന്ദ്രജിത്ത് പതിവായി മായാപ്രയോഗത്താൽ മറഞ്ഞു നിന്നുകൊണ്ട് അസ്ത്രം പ്രയോഗിച്ച് വാനരന്മാർക്കും നമുക്കും നാശം വരുത്തുന്നുണ്ട്. എത്ര നാൾ നാം സഹിക്കണം? വേഗം ബ്രഹ്മാസ്ത്രമെയ്ത് രാക്ഷസന്മാരുടെ ഉന്മൂലനാശം വരുത്തണം. ഇതെല്ലാം കേട്ട ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടുന്നവർ, ആയുധം നഷ്ടപ്പെട്ടവർ, നേരെ മുമ്പിൽ വരാത്തവർ, പേടിച്ച് കാൽക്കൽ വന്നു വീഴുന്നവർ എന്നിവർക്കെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല. ഈ നിയമം ലംഘിച്ചാൽ പാപമുണ്ടാകും. ഞാൻ ഇന്ദ്രജിത്തിനോട് യുദ്ധം ചെയ്യാം. നിങ്ങളെല്ലാവരും വിഷമിക്കാതെ നോക്കി നിൽക്കുക. ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീരാമൻ വില്ലും കുലച്ച് പോരിന് തയ്യാറായി അടുത്ത് നിൽക്കുന്നത് കണ്ടിട്ട് രാവണപുത്രനായ മേഘനാഥൻ പെട്ടെന്ന് എന്തോ ആലോചിച്ച് ഉറച്ചു. അനന്തരം ലങ്കയിൽ പോയി മായാസീതയെ തേരിലിരുത്തിക്കൊണ്ട് പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ പുറത്തു വന്നു. ഇത് കണ്ട വാനരന്മാരെല്ലാം ദുഃഖിതരായി. തേരിൽ മായാസീതയെ കണ്ട് ഹനുമാനും പരവശനായി. എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മേഘനാഥൻ സീതയെ നിർദ്ദയം വെട്ടി. രാമ രാമ എന്ന് വിളിച്ച് സീത വിലപിച്ചു. ചോര പരന്നൊഴുകുന്നത് കണ്ട് അത് സീതാദേവി തന്നെയെന്ന് ഹനുമാൻ കരുതി. ഇനി യുദ്ധം ചെയ്യുന്നത് പന്തിയല്ല. ദൈവമേ, നമുക്കിതിൽ പരം ആപത്ത് എന്തുണ്ടാകാനാണ്? നമുക്ക് പിന്തിരിയാം. സീത വധിക്കപ്പെട്ട കാര്യം ഇനി സ്വാമിയോട് പോയി പറയാം എന്ന് ഹനുമാൻ വാനരന്മാരോട് പറഞ്ഞിട്ട് അവരെയെല്ലാം കൂട്ടി ശ്രീരാമൻ്റെ അടുത്തേക്ക് പോയി. ദുഃഖത്തോടെ ഹനുമാനും വാനരന്മാരും വരുന്നത് കണ്ട് ശ്രീരാമൻ വിഷമിച്ച് ജാമ്പവാനോട് പറഞ്ഞു, യുദ്ധത്തിൽ ഒരിക്കലും പിന്തിരിയാത്ത അവൻ ഇങ്ങോട്ട് പോരുന്നതിന് എന്തായിരിക്കും കാരണം? ബ്രഹ്മപുത്രനായി നീ അങ്ങോട്ട് വേഗം ചെല്ലൂ. ഇത് കേട്ട ഉടനെ ജാമ്പവാൻ വാനരപ്രമുഖന്മാരോടൊപ്പം ചെന്ന് ഹനുമാനോട് ചോദിച്ചു, ഭവാൻ ഇങ്ങോട്ട് പോകുന്നതിന് എന്താണ് കാരണം? അങ്ങോട്ട് തന്നെ പോകൂ. അപ്പോൾ ജാമ്പവാനോട് ഹനുമാൻ പറഞ്ഞു, യുദ്ധരംഗത്തു നിന്ന് ഞാൻ പേടിച്ച് പിന്മാറിയതല്ല. അതിനൊരു പ്രത്യേക കാര്യമുണ്ട്. അത് വേഗം ചെന്ന് ലോകനാഥനായ ശ്രീരാമനെ അറിയിക്കണം. നീയും കൂടി എൻ്റെ കൂടെ വരിക. ജാമ്പവാനും ഹനുമാനോടൊപ്പം തിരിച്ച് ശ്രീരാമസന്നിധിയിലെത്തി. സീതാവൃത്താന്തമെല്ലാം തൊഴുകയോടെ അറിയിച്ചു. അത് കേട്ട് ശ്രീരാമൻ ബോധം കെട്ട് നിലത്തു വീണു. ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ ശിരസ്സെടുത്ത് മടിയിൽ വെച്ചു. ഹനുമാൻ പാദങ്ങൾ എടുത്തു വെച്ച് തലോടി. വാനരന്മാരെല്ലാം ആ രംഗം കണ്ട് നിശ്ചേഷ്ടരായി നിന്നു. ലക്ഷ്മണൻ സാന്ത്വനവാക്കുകൾ പറഞ്ഞു, എന്താണ് ബഹളം? അല്ലെങ്കിൽ രാക്ഷസന്മാരുടെ വിജയാഹ്ലാദ ശബ്ദം എന്ന് അന്വേഷിച്ചുകൊണ്ട് അവിടെ എത്തിയ വിഭീഷണനോട് ലക്ഷ്മണൻ ഹനുമാൻ പറഞ്ഞ വിവരങ്ങളെല്ലാം അറിയിച്ചു. ഇത് കേട്ട വിഭീഷണൻ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുരങ്ങന്മാരെന്തറിഞ്ഞു? ലോകനാഥയായ ദേവിയെ വധിക്കുവാൻ 3 ലോകത്തിലും ആർക്കും കഴിയുകയില്ല. മായ പ്രയോഗിക്കുന്നതിൽ അതിസമർത്ഥനായ ഇന്ദ്രജിത്ത് ഇക്കാര്യം ചെയ്തത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. വാനരന്മാരുടെ ഉപദ്രവം കൂടാതെ നികുംബലയിൽ പോയിരുന്ന് ഹോമം നടത്താൻ കണ്ടെത്തിയ അത്ഭുതകരമായ ഒരു ഉപായമാണ് ഇത്. ഉടനെ പോയി ഹോമം മുടക്കൂ. ഇല്ലെങ്കിൽ അവനെ വധിക്കാൻ ആർക്കും ഇനി കഴിയുകയില്ല. പ്രഭു ശ്രീരാമ, ദയാനിധേ, അങ്ങ് വിജയിച്ചാലും മനോവിഷമം വെടിഞ്ഞ് എഴുന്നേറ്റാലും ലക്ഷ്മണനും അടിയനും വാനരവീരന്മാരും ചേർന്ന് ഉടനെ അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ ആലോചിച്ച് സമയം കളയരുത്. ഞങ്ങളെ യാത്രയാക്കൂ. വിഭീഷണൻ്റെ വാക്കുകൾ കേട്ട് ആലസ്യമകന്ന് അവർക്ക് പോകാൻ ശ്രീരാമൻ അനുവാദം നൽകി. കാര്യങ്ങളുടെ സത്യസ്ഥിതി മനസ്സിലാക്കി സന്തുഷ്ടനായ ശ്രീരാമൻ ലക്ഷ്മണനെയും വിഭീഷണനെയും വാനരന്മാരെയും അനുഗ്രഹിച്ചിട്ട് ഇന്ദ്രജിത്തിനെ വധിച്ചു വരിക എന്ന് അനുവാദം നൽകി അയച്ചു. ലക്ഷ്മണനോടൊത്ത് വിഭീഷണനും വാനരന്മാരും പടക്കളത്തിലേക്ക് നടന്നു. മൈന്ദൻ, വിവിധൻ, സുഷേണൻ, നളൻ, നീലൻ, അംഗദൻ, കേസരി, താരൻ, ശൂരൻ, വൃഷഭൻ, ശരഭൻ, വിനതൻ, വീരൻ, പ്രമാദി, ശതബലി, ജാമ്പവാൻ, ഹനുമാൻ, വേഗദർശി, വിശാലൻ, ജ്യോതിർമുഖൻ, സുമുഖൻ, ബലി, ശേതൻ, ദതിമുഖൻ, അഗ്നിമുഖൻ, ഗജൻ, മേതുരൻ, ധൂമ്രൻ, ഗവയൻ, ഗവാക്ഷൻ തുടങ്ങിയ പ്രമുഖ വാനരന്മാരെല്ലാം
വിഭീഷണൻ, ലക്ഷ്മണൻ എന്നിവരോടൊപ്പം നികുംബലയിലെത്തി. രാക്ഷസന്മാരെ ചുറ്റും കാവൽ നിർത്തിക്കൊണ്ട് ഇന്ദ്രജിത്ത് ഹോമം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കല്ലും മലയും മരവും എടുത്തുകൊണ്ട് വാനരന്മാർ ആക്രമണം തുടങ്ങി. രാക്ഷസന്മാർ കവിയോളമേറ്റ് വീണു തുടങ്ങി. ശത്രുക്കളെ കൊല്ലാതെ നമുക്കിനി യാഗം പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ദ്രജിത്ത് വില്ലും ശരങ്ങളും എടുത്ത് പോരിനിറങ്ങി. വേഗം മുന്നോട്ടെടുത്ത ഹനുമാനെ ഇന്ദ്രജിത്ത് തടഞ്ഞു നിർത്തിയതിന് ശേഷം നികുംബലയിലെ ആൽത്തറമേൽ കയറി നിന്നു. അപ്പോൾ വിഭീഷണൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇവൻ ഹോമം പൂർത്തിയാക്കിയിട്ടില്ല. പൂർത്തിയാക്കിയെങ്കിൽ ഇവനെ വെളിച്ചത്ത് കാണാൻ കഴിയുമായിരുന്നില്ല. ഹനുമാനോട് കോപിച്ച് ഇവൻ നേരിട്ട് വന്നത് ഭവാൻ കണ്ടല്ലോ. ഇവന് മരണസമയം അടുത്തിരിക്കുന്നു. വൈകാതെ യുദ്ധം തുടങ്ങുക. വിഭീഷണൻ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന് നേരെ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും ചൊരിഞ്ഞു. ഇന്ദ്രജിത്ത് പ്രത്യസ്ത്രങ്ങളും ശസ്ത്രങ്ങളും കൊണ്ട് സമർത്ഥമായി അവ നേരിട്ടു. അപ്പോൾ ഹനുമാൻ ലക്ഷ്മണനെ സന്തോഷത്തോടെ കഴുത്തിലെടുത്തു. ലക്ഷ്മണന്റെ സമീപം വിഭീഷണനെ കണ്ട് ഇന്ദ്രജിത്ത് പറഞ്ഞു, രാക്ഷസ വംശത്തിൽ പിറന്ന നീ എൻ്റെ പിതൃ സഹോദരനായി പോയല്ലോ. പുത്രമിത്രാദികളുടെ വംശനാശത്തിന് വേണ്ടി ശത്രുക്കളുടെ ദാസ്യവൃത്തി ചെയ്യുന്നത് വളരെ നന്നായിരിക്കുന്നു. അതായത് വളരെ മോശമാണ് എന്ന് സൂചന. സ്വന്തം വംശനാശം വരുത്തുന്നവർക്ക് ഗതി കിട്ടുകയില്ല. പരലോകഗതി സന്തോഷപ്രദമാകുന്നത് സന്താനങ്ങളിലൂടെയാണ് എന്നാണ് പണ്ഡിതമതം. നീ ശാസ്ത്രജ്ഞനായിട്ടും സ്വന്തം വംശനാശത്തിന് വേണ്ടി താല്പര്യപൂർവ്വം പ്രവർത്തിക്കുന്നത് അത്ഭുതകരമാണ്. ഇന്ദ്രജിത്തിന് വിഭീഷണൻ ഇങ്ങനെ മറുപടി നൽകി, നീയും നിന്റെ പിതാവും കൂടിയാണ് വംശനാശം വരുത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സൂര്യവംശജാതനായ ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ ഈ വംശത്തെ ഞാൻ രക്ഷിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ലക്ഷ്മണൻ ശരങ്ങളയച്ചു തുടങ്ങി. അവയെല്ലാം എയ്തു മുറിച്ചിട്ട് ഇന്ദ്രജിത്ത് ലക്ഷ്മണനോട് പറഞ്ഞു, എൻ്റെ ബാഹുപരാക്രമം 2 ദിവസം നീ കണ്ടില്ലേ? കണ്ടില്ല എങ്കിൽ ഇന്ന് കണ്ടുകൊള്ളുക. ഇന്ന് തന്നെ നിന്റെ ശരീരം ഞാൻ ജന്തുക്കൾക്ക് ഭക്ഷണമാക്കുന്നുണ്ട്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് 7 ബാണങ്ങൾ എയ്തു കൊള്ളിച്ച് ലക്ഷ്മണൻ്റെ ശരീരം കീറി. തുടർന്ന് 10 ശരമെയ്ത് ഹനുമാന്റെയും 100 ശരം കൊണ്ട് വിഭീഷണൻ്റെയും ശരീരങ്ങളിൽ മുറിവേൽപ്പിച്ചു. വാനരന്മാർ മുറിവേറ്റ് തളർന്ന് പിന്മാറി. അപ്പോൾ മഴ പൊഴിയുന്നത് പോലെ ഇന്ദ്രജിത്തിൻ്റെ മേൽ ലക്ഷ്മണൻ ശരവർഷം നടത്തി. ഇന്ദ്രജിത്ത് ആയിരക്കണക്കിന് അമ്പുകൾ എയ്ത് ലക്ഷ്മണൻ്റെ പടച്ചട്ട തകർത്തു. ഇന്ദ്രജിത്തും ലക്ഷ്മണനും ഒന്നുപോലെ രക്തത്തിൽ കുളിച്ചു. ലക്ഷ്മണൻ വളരെ അടുത്ത് നിന്ന് 5 ശരങ്ങളെയ്തു. ഇന്ദ്രജിത്തിൻ്റെ തേര് തകർത്തു. കുതിരകളെ കൊന്നു. സാരഥിയുടെ തലയറുത്തു. വില്ലും മുറിച്ചു. മറ്റൊരു വില്ലെടുത്ത് ഇന്ദ്രജിത്ത് ലക്ഷ്മണൻ്റെ നേരെ നിരവധി ശരങ്ങളയച്ചു. ലക്ഷ്മണൻ 3 അമ്പുകൊണ്ട് ആ വില്ലും മുറിച്ചു. അപ്പോൾ ഇന്ദ്രജിത്ത് പെട്ടെന്ന് ലങ്കയിലെത്തി. മറ്റൊരു തേരിൽ പോർക്കളത്തിലെത്തി. അവൻ പോയതും വന്നതും ആരും അറിഞ്ഞില്ല. മേഘനാഥൻ്റെ സാമർഥ്യം നാരദൻ പുകഴ്ത്തി. ഈ ഘോര സമരം കണ്ട് ബ്രഹ്മാദി ദേവന്മാർ പറഞ്ഞു, ലോകത്ത് പണ്ടെങ്ങും ഇതുപോലൊരു യുദ്ധം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. ഇവരെപ്പോലെയുള്ള വീരപുരുഷന്മാർ ഈ ലോകത്ത് മറ്റാരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ പലരും വളരെ പ്രശംസിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം 4-ാം ദിവസം ലക്ഷ്മണൻ ശ്രീരാമൻ്റെ പാദകമലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഐന്ദ്രാസ്ത്രം എടുത്തു തൊടുത്തു. ഇന്ദ്രജിത്തിൻ്റെ കഴുത്ത് മുറിച്ച ശേഷം ഐന്ദ്രാസ്ത്രം സമുദ്രത്തിൽ മുങ്ങി ശുദ്ധമായതിനു ശേഷം ആവനാഴിക്കുള്ളിൽ പ്രവേശിച്ചു. മേഘനാഥൻ്റെ ഉടൽ നിലത്തു വീണു. അതോടെ 3 ലോകത്തിൻ്റെയും ദുഃഖം ഇല്ലാതായി. സന്തുഷ്ടരായ ദേവന്മാർ ലക്ഷ്മണനെ സ്തുതിച്ചുകൊണ്ട് പൂക്കൾ വർഷിച്ചു. അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. ഇന്ദ്രൻ 1000 കണ്ണുകളും സന്തോഷം കൊണ്ട് തിളങ്ങി. ഇന്ദ്രനും താപസന്മാരും ആകാശസഞ്ചാരികളായ യക്ഷകിന്നരാദികളും ദുഃഖമകന്ന് ലക്ഷ്മണനെ പ്രശംസിച്ചു. ദേവദുന്ദുഭികൾ മുഴങ്ങി. ബ്രഹ്മാവും വളരെ സന്തോഷിച്ചു. ലക്ഷ്മണൻ ചെറുഞാണൊലിയിട്ട് ശംഖനാദം മുഴക്കി. സിംഹനാദത്തോടെ വാനരന്മാരുമൊത്ത് ശ്രീരാമൻ്റെ സമീപത്തെത്തി വന്ദിച്ചു. ശ്രീരാമൻ ലക്ഷ്മണനെ മുറുകെ പുണർന്ന് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദുഷ്കരമായ കാര്യമാണ് ചെയ്തത്. ഇന്ദ്രജിത്തിൻ്റെ മരണത്തോടെ രാവണൻ മരിച്ചതിന് തുല്യനായി. പുത്രമരണം നിമിത്തമുള്ള സങ്കടം കൊണ്ട് ക്രുദ്ധനായ രാവണൻ ഉടനെ പോർക്കളത്തിൽ എത്തും. ഇനി രാവണ വിലാപം. രാമലക്ഷ്മണന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ മകൻ്റെ മരണവാർത്ത കേട്ടറിഞ്ഞ രാവണൻ ബോധം കെട്ടു വീണു. കുറച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് രാവണൻ ഇങ്ങനെ വിലപിച്ചു, മണ്ഡോദരീ പുത്രനും മനോഹരനുമായ വീര, എൻ്റെ കർമ്മദോഷങ്ങളെപ്പറ്റി എന്തു പറയാനാണ്? ഈ ദുഃഖം ഞാൻ എന്നു മറക്കും? ദേവന്മാർ, ബ്രാഹ്മണർ, മുനിമാർ മുതലായവർക്കെല്ലാം ഇന്ന് സുഖമായ ഉറക്കം കിട്ടും. ഇനി എന്നെ ആർക്കും പേടി കാണുകയില്ല. ഈശ്വര, എൻ്റെ ജന്മവും വിഫലമായി. ഇങ്ങനെ പുത്രൻ്റെ ഗുണങ്ങൾ പറഞ്ഞും ചിന്തിച്ചും ദുഃഖാധിക്യത്താൽ രാവണൻ വിലപിച്ചു. എൻ്റെ മകൻ മരിച്ചത്
സീത കാരണമാണ്. അതിനാൽ ഞാൻ ഇന്ന് അവളെ കൊന്ന് ചോര കുടിക്കും, അല്ലാതെ എൻ്റെ ദുഃഖം അടങ്ങുകയില്ല എന്ന് പറഞ്ഞ് കുപിതനായി വാളുമെടുത്ത് ചിരിച്ചലറിക്കൊണ്ട് രാവണൻ പുറപ്പെട്ടു. ദുഷ്ടനായ രാവണൻ്റെ വരവ് കണ്ട് സീത ഭയന്നു വിറച്ച് രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് അശോകവനികയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ബുദ്ധിമാനും നയജ്ഞനും സൽസ്വഭാവിയുമായ സുപാർശ്വൻ എന്ന രാക്ഷസശ്രേഷ്ഠൻ രാവണനെ തടഞ്ഞു നിർത്തി ചില നീതിമാർഗങ്ങൾ ഉപദേശിച്ചു. ബ്രഹ്മാവിൻ്റെ കുലത്തിൽ ജനിച്ച അങ്ങ് പരിശുദ്ധനാണെന്ന് 3 ലോകങ്ങളിലും പ്രസിദ്ധമാണ്. അങ്ങയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ സർവജ്ഞനും അറുമുഖനുമായ സുബ്രഹ്മണ്യനോ 2000 നാവുള്ള അനന്തനോ കഴിയുകയില്ല. ദേവദേവേശ്വരനായ ശ്രീ പരമേശ്വരൻ്റെ ഭക്തന്മാരിൽ പ്രമുഖനാണ് അവിടുന്ന്. ത്രൈലോക്യവന്ദ്യനായ കുബേരൻ്റെ സഹോദരൻ, സാമവേദ പണ്ഡിതൻ, സമസ്ത വിദ്യകളിലും സമർത്ഥൻ, ശ്രീ പരമേശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നവൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, വേദാഭ്യാസനം, വ്രതങ്ങൾ, തീർത്ഥസ്നാനം എന്നിവയിൽ തൽപരൻ, ജ്ഞാനി, ശുക്രൻ്റെ ശിഷ്യൻ, വിനയശാലി എന്നീ യോഗ്യതകളെല്ലാം ഉള്ള അങ്ങ് യുദ്ധത്തിനിടയിൽ ഇന്ന് സ്ത്രീവധം എന്ന നീചപ്രവൃത്തിക്ക് ഒരുങ്ങിയത് ദുഷ്കീർത്തി ഉണ്ടാക്കുന്ന ഒന്നത്രേ. പ്രഭോ, അങ്ങ് എന്നോടൊത്ത് യുദ്ധത്തിനായി വരിക. അഭിമാനത്തോടെ പോരാടി രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും വധിച്ചിട്ട് ജാനകി ദേവിയെ പ്രാപിക്കുക. മനോദുഃഖങ്ങളെല്ലാം ഉപേക്ഷിക്കുക. നീതിമാനായ സുപാർശ്വൻ പറഞ്ഞത് കേട്ട് സന്തുഷ്ടനായ രാക്ഷസ നായകൻ ആസ്ഥാന മണ്ഡപത്തിൽ ചെന്നിരുന്ന് മന്ത്രിമാരുമായി താൽപ്പര്യപൂർവ്വം കാര്യാലോചന നടത്തി. ക്രുദ്ധനായ രാവണൻ ശേഷിച്ച രാക്ഷസപ്പടയുമായി യുദ്ധത്തിന് പുറപ്പെട്ടു. രാക്ഷസപ്പടയെ മുഴുവൻ ശ്രീരാമൻ കൊന്നൊടുക്കി. രാവണൻ ഒറ്റയ്ക്ക് രാമനോട് നിർഭയനായി ഒപ്പത്തിനൊപ്പം പോരാടി. രാമശരങ്ങളേറ്റ് നല്ല മുറിവ് പറ്റിയ രാവണൻ തളർന്ന് വശം കെട്ടു. ധൈര്യം നഷ്ടപ്പെട്ട് ഭീരുവായ രാവണൻ യുദ്ധം മതിയാക്കി ലങ്കാപുരിയിലേക്ക് മടങ്ങി. രാവണൻ്റെ ഹോമവിഘ്നം. അനന്തരം വാടിയ മുഖത്തോടെ രാവണൻ ശുക്രാചാര്യരെ സമീപിച്ച് നമസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: സൂര്യപുത്രനായ സുഗ്രീവൻ തുടങ്ങിയ വാനരന്മാരും സൂര്യവംശജാതനായ രാമനും എല്ലാം കൂടി ചേർന്ന് കടൽ കടന്ന് ലങ്കാപുരിയിലെത്തി. ഇന്ദ്രജിത്ത് തുടങ്ങിയ രാക്ഷസന്മാരെ എല്ലാം വധിച്ചു. ഞാൻ ദുഃഖിച്ച് ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നിരിക്കുന്നു. സൽഗുരു, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എന്നെ രക്ഷിക്കണം എന്ന് സാരം. വിജ്ഞാനിയായ രാവണൻ ഇങ്ങനെ അറിയിച്ചപ്പോൾ മഹാമുനിയായ ശുക്രൻ ഇങ്ങനെ ഉപദേശിച്ചു: എങ്കിൽ നീ ഇനി ദേവതമാരെ പ്രസാദിപ്പിക്കുക. വേഗം ഒരു ഗുഹ നിർമ്മിച്ച് ശത്രു സംഹാരത്തിനു വേണ്ടി പെട്ടെന്നൊരു ഹോമം തുടങ്ങുക. നിനക്ക് വിജയമുണ്ടാകും. ഹോമം വിഘ്നം കൂടാതെ പൂർത്തിയായാൽ ഹോമകുണ്ഡത്തിൽ നിന്ന് അമ്പ്, വില്ല്, ആവനാഴി, കുതിര, തേര് മുതലായവ ഉയർന്നു വരും. അതോടെ നീ ദേവന്മാർക്ക് പോലും ജയിക്കാൻ കഴിയാത്തവനായി മാറും. ഹോമമന്ത്രം ഞാൻ ഉപദേശിച്ചു തരാം. നീ പോയി വിഘ്നം വരാതെ ഹോമം നടത്തുക. രാവണൻ ശുക്രമഹർഷിയിൽ നിന്ന് മൂലമന്ത്രം ഗ്രഹിച്ചു കൊണ്ടുപോയി തൻ്റെ കൊട്ടാരത്തിനകത്ത് നാഗലോകത്തിന് തുല്യമായ ഒരു ഗുഹ നിർമ്മിച്ചു. ഹോമത്തിന് വേണ്ട ദിവ്യമായ ഹവ്യം, ദ്രവ്യം മുതലായവ സംഭരിച്ച് ലങ്കാനഗരത്തിൻ്റെ വാതിലുകളെല്ലാം അടച്ചതിന് ശേഷം മറ്റ് ശങ്കകളൊന്നുമില്ലാതെ ഗുഹയ്ക്കുള്ളിൽ കടന്ന് ശുദ്ധനായി മൗനവ്രതത്തോടെ ധ്യാനത്തിൽ മുഴുകി ഫലപ്രാർത്ഥനയോടെ ഹോമം തുടങ്ങി. ആകാശത്തോളം ഉയർന്ന ഹോമധൂപം അല്ലെങ്കിൽ ഹോമധൂമം ശ്രീരാമന് കാട്ടിക്കൊടുത്തിട്ട് വിഭീഷണൻ പറഞ്ഞു: രാജാവേ, രാവണൻ യാഗം തുടങ്ങി. ഈ ഹോമം പൂർത്തിയായാൽ മഹായുദ്ധത്തിൽ നാം തോൽക്കും. അതിനാൽ ഹോമം മുടക്കാൻ വേഗം വാനരന്മാരെ അയക്കുക. ശ്രീരാമൻ്റെയും സുഗ്രീവൻ്റെയും ആജ്ഞ അനുസരിച്ച് ഹനുമാൻ, അംഗദൻ തുടങ്ങിയുള്ളവർ 100 കോടി വാനരപ്പടയുമായി വലിയ മതിൽ കയറിക്കടന്ന് രാവണൻ്റെ കൊട്ടാരത്തിലെത്തി. ദ്വാരപാലകന്മാരെ വധിച്ചതിന് ശേഷം വാനരന്മാർ ഒത്തുചേർന്നു. ആനകൾ, കുതിരകൾ, തേരുകൾ എല്ലാം തച്ചു തകർത്തിട്ട് രാവണൻ ഹോമം നടത്തുന്ന സ്ഥലം അന്വേഷിച്ചു. അപ്പോൾ വിഭീഷണൻ്റെ പത്നിയായ സരമ രഹസ്യമായി ആംഗ്യസൂചനയിലൂടെ ഹോമസ്ഥലം കാണിച്ചു കൊടുത്തു. ഹോമം നടത്തുന്ന ഗുഹാദ്വാരം അടച്ചിരുന്ന കല്ല് അംഗദൻ തകർത്തു. അനന്തരം ഗുഹയിലിറങ്ങി രാവണൻ്റെ സമീപത്തെത്തി. മറ്റുള്ളവരും അംഗദൻ്റെ ആജ്ഞയനുസരിച്ച് ഗുഹയിൽ ഇറങ്ങി. കണ്ണുമടച്ച് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന രാക്ഷസരാജാവിനെ കണ്ടിട്ട് വാനരന്മാർ രാവണഭൃത്യന്മാരെ പിടികൂടി ഉപദ്രവിച്ചു. ഹോമത്തിനൊരുങ്ങിയിരുന്ന സാധനങ്ങളെല്ലാം വാരി ഒന്നോടെ ഹോമകുണ്ഡത്തിലെറിഞ്ഞു. ദർഭച്ചരടുകൾ വലിച്ചു പൊട്ടിച്ചു. അതായത് ഹോമകുണ്ഡത്തിന് ചുറ്റും കെട്ടിയിരുന്ന ചെറുതിട്ട തകർത്തു എന്നും അർത്ഥം പറയാം. രാവണൻ്റെ കയ്യിലിരുന്ന മഹാസ്രൂപം ഹനുമാൻ പിടിച്ചു വാങ്ങി. അതുകൊണ്ട് തന്നെ പലരെയും പ്രഹരിച്ചു. പല്ലും നഖങ്ങളും കൊണ്ട് രാവണൻ്റെ ശരീരം ഹനുമാൻ കീറി മുറിച്ചു. എന്നാൽ വിജയപ്രതീക്ഷയോടുകൂടി ഹോമം നടത്തുന്ന രാവണൻ്റെ ധ്യാനത്തിന് ഇതുകൊണ്ടൊന്നും ഇളക്കമുണ്ടായില്ല. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് മടിക്കുത്തയച്ചു. വിവസ്ത്രയായ മണ്ഡോദരി ഭയന്ന് അലമുറയിട്ട് കരഞ്ഞു.
ദൈവമേ, ഈ കുരങ്ങന്മാരുടെ തല്ലുകൊള്ളാൻ എന്ത് പാവമാണ് ഞാൻ ചെയ്തത്? രാക്ഷസ രാജാവേ, അങ്ങേക്ക് നാണമില്ലേ? അങ്ങ് വലിയ അഭിമാനിയാണല്ലോ. അങ്ങയുടെ മുന്നിലിട്ട് വാനരന്മാർ എൻ്റെ തലമുടി ചുറ്റിപ്പിടിച്ച് നിലത്തിട്ട് വലിച്ചിഴയ്ക്കുന്നത് കണ്ടിരിക്കുന്നത് പോരെ അങ്ങയുടെ മാനഹാനിക്ക്? ദുർബുദ്ധിയായ മൂട, നിന്റെ ധ്യാനവും ഹോമവും ഒക്കെ എന്തിനാണ്? എന്താണ് നിന്റെ മനസ്സിലിരിപ്പ്? ജീവിച്ചിരിക്കണമെന്ന ആശ നിനക്ക് അതിയായുണ്ട്. വിധിയുടെ ശക്തി അത്ഭുതകരം തന്നെ. ഭൂമിയിൽ പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഭാര്യയാണ്. അവളെ ശത്രുക്കൾ വന്ന് ഉപദ്രവിച്ച് അപമാനിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണ്. മരണഭയമുള്ള മഹാദുഷ്ടനും മൂഢനുമായി ഇവന് നാണവും വേണ്ട, ഭാര്യയും വേണ്ട. ഭാര്യയുടെ വിലാപം കേട്ട് ധൈര്യം നഷ്ടപ്പെട്ട രാവണൻ തൻ്റെ വാളുമായി വേഗം അംഗദൻ്റെ അടുത്തെത്തി. അത് കണ്ട് ഭീമകായന്മാരായ വാനരന്മാർ രാവണൻ്റെ പത്നിയെ വിട്ടിട്ട് ഗുഹയ്ക്ക് പുറത്തിറങ്ങി. ഞങ്ങൾ രാവണൻ്റെ ഹോമം മുടക്കിയേ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ശ്രീരാമൻ്റെ അടുത്തെത്തി വണങ്ങി നിന്നു. പണ്ഡിതനായ രാവണൻ മണ്ഡോദരിയെ അന്വയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം ദൈവാധീനമാണ്. ജനിച്ചാൽ മരിക്കുന്നതിന് മുമ്പ് ഈശ്വരകൽപ്പിതം എല്ലാം അനുസരിച്ചേ പറ്റൂ. ഇപ്പോൾ എൻ്റെ വിധി ഇങ്ങനെയാണ്. ജ്ഞാനത്തെ ആശ്രയിച്ച് നീ ദുഃഖം ഉപേക്ഷിക്കുക. അജ്ഞാനത്തിൽ നിന്നാണ് ദുഃഖമുണ്ടാകുക. അഹങ്കാരമുണ്ടാകുന്നതും ദുഃഖത്തിൽ നിന്ന് തന്നെ. നശ്വരമായ ശരീരാദികളിലുള്ള വിശ്വാസമുണ്ടാകുന്നതിന് കാരണവും അജ്ഞാനമത്രേ. പുത്രൻ ഭാര്യ തുടങ്ങിയ ബന്ധവും ആത്മാവിനുണ്ടാകുന്ന സംസാരബന്ധവും ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ. ശോകം, ഭയം, ലോഭം, മോഹം, അസൂയ, രാഗം, ഹർഷം, ജനനം, വാർദ്ധക്യം, മരണം എന്നിവ സകല ജീവികൾക്കും ഉണ്ടാകാനുള്ള കാരണവും ഈ അജ്ഞാനമത്രേ. അതിനാൽ അജ്ഞാനമെല്ലാം നീ അകലെ ഉപേക്ഷിക്കുക. ജ്ഞാനസ്വരൂപനായ ആത്മാവ് ഏകനും ആനന്ദപൂർണനും ആണ്. ആത്മാവിൽ ഒന്നും പറ്റുന്നില്ല, അതിനൊന്നിനോടും ബന്ധമില്ല, വിയോഗവുമില്ല. ഇങ്ങനെ ആത്മാവിനെ നല്ലവണ്ണം അറിഞ്ഞ് മനസ്സിലെ ദുഃഖം ഉപേക്ഷിക്കുക. ഇനി ഞാൻ പോയി രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നുവരാം. അല്ലെങ്കിൽ ഞാൻ രാമശരമേറ്റ് മുക്തി നേടിക്കൊള്ളാം. എന്നെ രാമൻ കൊല്ലുകയാണെങ്കിൽ നീ സീതയെ കൊന്നുകളഞ്ഞിട്ട് എന്നോടൊപ്പം അഗ്നിപ്രവേശം നടത്തുക. പാതിവൃത്യ സങ്കല്പത്തോടെ നീ അങ്ങനെ ചെയ്താൽ നിനക്കും പരഗതി ഉണ്ടാകും. അത് കേട്ട മണ്ഡോദരി പരിഭ്രമത്തോടെ രാവണനോട് ഇങ്ങനെ പറഞ്ഞു, ശ്രീരാമനെ ജയിക്കാൻ 3 ലോകത്തിലും ആർക്കും കഴിയുകയില്ല എന്നങ്ങ് മനസ്സിലാക്കുക. മോക്ഷദായകനായ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ശ്രീരാമൻ. മത്സ്യമായി അവതരിച്ച് വൈവസ്വത മനുവിനെ രക്ഷിച്ചതും പണ്ട് 1,00,000 യോജന വിസ്താരമുള്ള ആമയായി പാൽക്കടൽ കടയുന്ന സമയത്ത് മന്ദരപർവ്വതത്തെ മുതുകിൽ ധരിച്ചതും പന്നിയായി അവതരിച്ച് ഹിരണ്യാക്ഷനെ കൊന്നിട്ട് തേറ്റ കൊണ്ട് ഭൂമിയെ ഉയർത്തിയതും നരസിംഹാവതാരമെടുത്ത് ഭയങ്കരനായ ഹിരണ്യകശിപുവിൻ്റെ മാറിടം കൈനകം കൊണ്ട് കീറിപ്പിളർന്നതും 3 അടി മണ്ണ് മഹാബലിയോട് യാചിച്ച് 3 ലോകവും 3 അടിയായി അളന്നതും ക്ഷത്രിയരായി ജനിച്ച അസുരന്മാരെ വധിക്കാൻ ജമദഗ്നിയുടെ മകനായ പരശുരാമനായി ജനിച്ചതും ഈ ശ്രീരാമൻ തന്നെ. സൂര്യവംശത്തിൽ ദശരഥപുത്രനായി ജനിച്ചതും സീതയുടെ ഭർത്താവായതും നിന്നെ വധിക്കാനായി മനുഷ്യനായി അവതരിച്ചതും സാക്ഷാൽ മഹാവിഷ്ണു തന്നെ എന്ന് അറിയുക. ജലപ്രഭു, മക്കളെയെല്ലാം നശിപ്പിക്കാനും നിനക്ക് മരണമുണ്ടാവാനും നാണം കെട്ട അവിടുന്ന് അവൻ്റെ ഭാര്യയെ വെറുതെ മോഷ്ടിച്ചു കൊണ്ടുവന്നു. ഇനിയെങ്കിലും അങ്ങ് സീതയെ രാമന് കൊടുക്കുക. വിഭീഷണന് രാജ്യവും നൽകുക. കരുണാമയനായ ശ്രീരാമൻ നിന്നോട് ക്ഷമിച്ചേക്കും. നമുക്ക് തപസ്സിനു വേണ്ടി കാട്ടിൽ പോയി താമസിക്കാം. മണ്ഡോദരിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ഉഗ്രപരാക്രമനായ രാവണൻ പറഞ്ഞു, പുത്രന്മാർ, സഹോദരന്മാർ, മന്ത്രിമാർ, ബന്ധുക്കൾ മുതലായവരെല്ലാം ഞാൻ നിമിത്തം കൊല്ലപ്പെട്ടു. അതിനുശേഷം ഞാൻ കാട്ടിൽ പോയി ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കുന്നത് നല്ലതല്ല. വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കുകയില്ല. ശ്രീരാമനോട് പൊരുതി ഞാൻ വൈകുണ്ഠരാജ്യത്തിൽ എത്തും. ഇനി രാമരാവണ യുദ്ധം അത് നാളെ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.